കഴിഞ്ഞ 2-3-4 ആഴ്ചകളായിട്ട് CPM എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തെ മറികടക്കുന്നതിനെക്കുറിച്ചുള്ള സുദീർഘമായ ആഴത്തിലുള്ള ചർച്ചകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് CPMൻ്റെ സെക്രട്ടേറിയറ്റ് ഒരു മീറ്റിംഗ് കൂടുന്നു, ഏരിയ കമ്മിറ്റി മീറ്റിംഗ് കൂടുന്നു, പാർട്ടി ബ്രാഞ്ചുകൾ മീറ്റിംഗ് കൂടുന്നു. എന്നിട്ട് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും പൊതുരംഗത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളുകളൊക്കെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM ഉന്നയിച്ച പല കാര്യങ്ങളും തെറ്റായിരുന്നു, അത് അദ്ദേഹത്തെ കൊണ്ടടക്കുന്നത് തെറ്റായിരുന്നു എന്നുള്ള വിമർശനങ്ങൾ വ്യാപകമായിട്ട് എല്ലാവരും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി ആണ് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ് UDF തന്നെ പലരും ട്രോളിയിട്ടുണ്ടായിരുന്നു. എനിവേ, അപ്പോൾ ആ തെറ്റ് തിരുത്താൻ ധൈര്യസമേതം CPMന് കഴിയുമോ എന്നുള്ള കാര്യത്തിലായിരുന്നു ആശങ്ക ഉണ്ടായിരുന്നത്. കാരണം വെള്ളാപ്പള്ളി നടേശനെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചത് പിണറായി വിജയനായിരുന്നു. സ്വാഭാവികമായിട്ടും CPMൻ്റെ ഏറ്റവും ഇന്നത്തെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറായിട്ടുള്ള പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ അയാളെ മറികടന്നുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഡിസിഷനെ മറികടന്നുകൊണ്ട് മറ്റൊരു തീരുമാനം എടുക്കാൻ ആർക്കും കഴിയൂല. പക്ഷേ CPM ആയത്തിൽ ഈ പാർട്ടി വേണമല്ലോ. പിണറായി വിജയനും MV ഗോവിന്ദനും അതുപോലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ പോയാലും ഈ പാർട്ടി വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞിട്ടുള്ള വാർത്താ സമ്മേളനം സൂചിപ്പിക്കുന്നത്. ആദ്യമായിട്ട് വെടിപൊട്ടിച്ച് P ജയരാജനാണ്. അപ്പോൾ ആദ്യം മൂപ്പരുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോഴത്തെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ നടേശൻ ചെയ്യുന്ന കൃത്യം നമ്മൾ ചരിത്രത്തിലൂടെ നോക്കുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം 2 തോണിയിൽ കാൽ വെച്ചുകൊണ്ട് നിലപാടാണ് സ്വീകരിക്കുന്നത്. അല്ലേ? ഇങ്ങനെ 2 തോണിയിൽ കാൽ വെക്കുന്നത് അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറി. പിന്നെയോ നവോത്ഥാന സമിതിയുടെ, കേരളത്തിലെ അന്നത്തെ ഗവൺമെന്റ് രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ നായകസ്ഥാനത്ത് വരിക. പിന്നെയോ മകനെ BDSന്റെ ജനറൽ സെക്രട്ടറി ആക്കുക. ആ BDS ആരുടെ കൂടിയ സംഘപരിവാർ ശക്തികൾക്കൊപ്പം. അപ്പോൾ നമ്മുടെ P ജയരാജൻ പറയുന്നത്, ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് എന്താണ്, 2 തോണിയിലും കാലിട്ടുകൊണ്ട് ഒരേ സമയം BJPയുടെ ഒപ്പവും എന്നാൽ സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്ന സ്റ്റേറ്റിൻ്റെ CPMൻ്റെയോടൊപ്പമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുകയും BJDS എന്ന ഒരു സംവിധാനം, ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് അതിനെ NDA സഖ്യകക്ഷിയായിട്ട് ഉയർത്തിക്കാണിക്കുകയും അങ്ങനെ എല്ലാ കാലത്തും CPMൻ്റെ ഏറ്റവും കോർ വോട്ട് ബാങ്ക് ആയിട്ടുള്ള അവരെ പതുക്കെ അടർത്തിയെടുത്തുകൊണ്ട് BJPയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ട് അതിനുശേഷം പിന്നീട് നമ്മുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും കൂടി ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞു. വെള്ളാപ്പള്ളിയോട് ഉള്ള ഞങ്ങൾ വെള്ളാപ്പള്ളിയെ തള്ളിയിട്ടുണ്ട്, പക്ഷേ ആ തള്ളലിന് ഊക്ക് കുറവുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വർഗ്ഗപരമായ സിദ്ധാന്തങ്ങളും പ്രകൃതിവാദവും ഭൗതികവാദവും ഒക്കെ പറയുന്നുണ്ട്. എനിക്ക് ആദ്യമായിട്ട് CPM നേതൃത്വത്തോട് പറയാനുള്ളത്, നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടാകുമ്പോൾ വളരെ എഫക്റ്റീവായിട്ട് അതിനെ മറികടക്കാനും അതിനുള്ള തീരുമാനങ്ങൾ എടുക്കണം. അല്ലാതെ 2 പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോയാൽ ഈ പാർട്ടിക്ക് വിദൂര ഭാവിയിൽ വലിയ സാധ്യതകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ലോകത്ത് തന്നെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയം, ശരിക്കും കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇപ്പോഴത്തെ കമ്മ്യൂണിസം ഒന്നും ഇല്ല. എനിവേ, കമ്മ്യൂണിസം ഏകദേശം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ കൊച്ചിയിൽ തിരുവനന്തപുരത്ത് മേയറുട്ടി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആര്യ രാജേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ന്യൂയോർക്ക് മേയറായിട്ടുള്ള നമ്മുടെ ചങ്ങായി വന്നിട്ട് ഇത് ആ ഒരു പോസ്റ്റൊക്കെ ഇടുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ അധികാരത്തിലേക്ക് വരുന്നു, അധികാരത്തിൻ്റെ ഭാഗമായി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം അത്രത്തോളം ലോകത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും USSR തകർന്നുപോയി, ചൈന ക്യാപിറ്റലിസത്തിലേക്ക് മാറി, അങ്ങനെ എല്ലാതും മാറിയിട്ടുണ്ട്. വളരെ തുരുത്തായി നിന്നിരുന്ന ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ആയിരുന്നു കേരളം. അപ്പോൾ അതും പോയി. ഇനി കേരളത്തിലൊന്നും ഇല്ല. ത്രിപുര ഉണ്ടായിരുന്നു, അതും പോയി. വെസ്റ്റ് ബംഗാൾ ഉണ്ടായിരുന്നു, അതും പോയി. അപ്പോൾ ആളുകൾ വീണ്ടും പിന്നെ ഈ ഒരു ആശയധാരയിലേക്ക് വരുന്നില്ല. പക്ഷേ കേരളത്തിന് CPM എന്ന് പറയുന്ന പാർട്ടിയും CPMൻ്റെ സെക്കുലർ നിലപാടും അത്യാവശ്യമാണ്. കാരണം ഒരുപക്ഷെ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ, ഒരു തിരിച്ചറിവിന് CPMന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിൽ സ്വാഭാവിക പ്രതിപക്ഷമാണല്ലോ. പ്രതിപക്ഷ സ്ഥാനത്തേക്ക് BJP കയറി വരും. ഓൾറെഡി ഇപ്പോൾ 3 സീറ്റ് അവർ ഗെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് 30 ആക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ ശ്രമിക്കും. കാരണം പണമുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ CPM തിരിച്ചുവരവിന് സാധ്യതയുണ്ട്. തിരിച്ചു വരണം, അതിന് തിരുത്തൽ നടപടികളൊക്കെ നടത്തണം. പിന്നെ മറ്റൊന്ന്, നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള സാധ്യത ഉപയോഗപ്പെടുത്തേണ്ടത്. കാരണം ഭരണവശത്തിരിക്കുമ്പോൾ കാര്യമായിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എന്ത് ചെയ്യും, നമുക്ക് ഭരണങ്ങളും കാര്യങ്ങളൊക്കെ വൃത്തിക്ക് കൊണ്ടടക്കാം. ആളുകൾ ഒപ്പുണ്ടാവും, മാധ്യമങ്ങൾ ഒപ്പുണ്ടാവും. പക്ഷേ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാധ്യമങ്ങളെ പാർട്ടികൾക്കാണ് ആവശ്യം ഉണ്ടാവുക. കാരണം ആ പാർട്ടി പറയുന്ന മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് മാധ്യമങ്ങളാണ്. അപ്പോൾ അവരെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്ന ആളുകളാണ്. ഇപ്പോൾ പിണറായി വിജയൻ പ്രത്യേകിച്ച്, അദ്ദേഹം ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് 41 സീറ്റ് മാത്രം ഒതുങ്ങിയിരുന്ന ഒരു തകർന്ന് പണ്ടാറടങ്ങിയിരുന്ന ആ UDF എന്ന മുന്നണിയെ
അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് അന്നത്തെ പ്രതിപക്ഷ നേതാവായ ഇ ഡി സതീശൻ്റെ വാക്കും നിലപാടുകളും സംസാരങ്ങളും നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എല്ലാം ഉണ്ട്. അങ്ങനെയൊക്കെ പെർഫോം ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ പിണറായി വിജയൻ്റെ കേസിൽ നമുക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരമായിട്ട് ഒന്നുകൂടി നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഒന്നും എഫക്റ്റീവായിട്ട് സംസാരിക്കാൻ പറ്റുന്ന, ഇമോഷണൽ എടുത്ത് സംസാരിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ എന്ത് വേണം, നമ്മുടെ നിയമസഭയിൽ വേണം. അപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്രത്തോളം പിണറായിക്ക് ശോഭിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന് പ്രായമായി, അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. നവകേരള ബസ്സിലേക്ക് ഒരു ലിഫ്റ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് കയറിപ്പോയിരുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അത്തരമൊരു സിറ്റുവേഷനിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, പിന്നെ അതുപോലെ പാർട്ടി സെക്രട്ടറിക്ക് വലിയ റോളാണ് CPM-ൻ്റെ ഇതിലുള്ളത്. നമ്മുടെ KPCC പ്രസിഡന്റ് പോലെയുള്ള ഒരു 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 എന്താ പറയുക, ഒരു നോമിനൽ പൊസിഷനൊന്നുമല്ല പാർട്ടി സെക്രട്ടറി. കാരണം പാർട്ടി സെക്രട്ടറിയും ഗവൺമെൻറ്റും രണ്ടാണ്. ഗവൺമെൻറ് തെറ്റ് വന്നു കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറി തിരുത്തേണ്ട ബാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങളിലേക്ക് പാർട്ടിയുടെ ആ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആളാണ്. ആ സ്ഥാനത്ത് ഈ എന്താ MV ഗോവിന്ദനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം അദ്ദേഹം ശോഭിക്കാൻ കഴിയുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം കഴിഞ്ഞ ഒരു 5 വർഷം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം, നമ്മുടെ കോടിയേരി മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹമാണ് ആ സ്ഥാനത്തേക്ക് വന്നത്. അതിനുശേഷം അദ്ദേഹം മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പും പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മീഡിയ വണ്ണിലും ദാവൂദ് സാഹിബൊക്കെ പറയാറുണ്ട്, മറ്റേ അദ്ദേഹം സംസാരിക്കുന്ന ഓരോ പത്രസമ്മേളനങ്ങൾ കഴിഞ്ഞാലും ആളുകൾ ആ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. കാരണം ആൾക്കാർക്ക് മടുപ്പാണ്, വെറുപ്പാണ്. ഒരു എന്താ പറയുക, നമുക്കൊരു സാധാരണ രൂപത്തിലുള്ള സംസാരമല്ല സന്ദേശം സിനിമയിലെ ആള് സംസാരിക്കുന്ന പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഒരുപാട് മീമുകളൊക്കെ അങ്ങനെ സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തൊക്കെ മാറ്റിയിട്ട് ഒന്നും കൂടി നല്ല എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ വെക്കുക. ഇനി പാർട്ടി സെക്രട്ടറി ഉണ്ടായിക്കോട്ടെ, പക്ഷേ ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോക്കസ് പേഴ്സണെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സ്വരാജൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ സ്വരാജ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ വരണം. എന്നാലാണ് ഈ പാർട്ടിക്ക് ഇനിയും ഈ രാജ്യത്ത്, നമ്മുടെ കേരളത്തിലൊക്കെ ഒരു നിലനിൽപ്പുണ്ടാവുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പറഞ്ഞ പോലെ ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട നമ്മുടെ ഇടതുപക്ഷത്തിന് മുദ്രാവാക്യം. പക്ഷേ ഇടത് പോയി. ആകെ ഒരു കനൽ തിരിയായിട്ട് നമ്മുടെ രാധാകൃഷ്ണൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇന്ത്യ അപ്പോൾ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ കേരളത്തിലും CPM വേണം. ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ ആ ഒരു പൊളിറ്റിക്കൽ ഫോറത്തിൽ CPM-ൻ്റെ സ്ഥാനം വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഏതാണ്ട് തെറ്റിദ്ധരിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി ആരുടെയൊക്കെ സ്ഥാനങ്ങൾ തെറിക്കാൻ പോകാൻ നമുക്കറിയില്ല. അത് എൻ്റെ ഏറ്റവും പേഴ്സണൽ ഒപ്പീനിയനാണ്. പിണറായി വിജയൻ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. കാരണം ജനങ്ങൾ തിരസ്കരിച്ച ഒരു നേതാവാണ്. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെയുള്ള, പാറശാല വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ തല, എൻ്റെ മുഖം, എൻ്റെ തല, എൻ്റെ ഫേസ്, അത് മാത്രമായിരുന്നു. എന്നിട്ടാണ് ജനങ്ങൾ ആ വെറുപ്പ് കൂടി ആണ് വോട്ടായി മാറിയത്. അപ്പോൾ ആ വെറുപ്പ് ജനങ്ങൾക്ക് ആൾറെഡി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ, ജനങ്ങളോടുള്ള കാര്യത്തിൽ, എല്ലാത്തിലും ആ വെറുപ്പുണ്ട്. എന്താ പറയുക, ജനങ്ങൾക്കുള്ള മടുപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ മാറ്റിയിട്ട് ഒരു പുതിയ മുഖത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചൊക്കെ ആ കാര്യത്തിൽ വളരെ വൃത്തിയാണ്. ഒരുപാട് ആഭ്യന്തര ശൈഥില്യങ്ങളും യുദ്ധങ്ങളും, ഒരു നേതാവ് ഒരു കാര്യം പറഞ്ഞാൽ മറ്റൊരു നേതാവ് വേറൊരു കാര്യം എന്നൊക്കെ പറയുമെങ്കിൽ പോലും അവർ ഈ കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് പാച്ചപ്പ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 2021 തോറ്റു. നേരെ മാറ്റിയതാരാണ്? നമ്മൾ രമേശ് ചെന്നിത്തലയുടെ അടുത്ത് പുറത്തേക്ക് ഇറങ്ങി, സതീശനെ കൊണ്ടുവന്നു. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ആളെ മാറ്റി, സുധാകരനെ കൊണ്ടുവന്നു. K സുധാകരനെ കൊണ്ടുവന്നു. ഇങ്ങനെ ജനങ്ങളുടെ പൾസ് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പിനും അവരുടെ മുന്നോട്ട് പോക്കിനൊക്കെ വളരെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ സ്വന്തം പാർട്ടി CPM ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. CPM വേണം. നമ്മുടെ നാട്ടിൽ CPM ഇല്ലെങ്കിൽ പിന്നെന്ത് കാര്യം?